ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സോയാബീനും കൊണ്ടുള്ളൊരു കറിയാണ്. അഫ്ഗാനി സോയ മസാല. നല്ല ടേസ്റ്റാണ്. നമ്മൾ അഫ്ഗാനി ചിക്കനൊക്കെ കഴിക്കുന്ന അതിനേക്കാൾ ടേസ്റ്റിലാണ് നമുക്കിത് സോയാബീനും കൊണ്ട് ഉണ്ടാക്കാം. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഞാനിവിടെ 250 ഗ്രാം സോയാബീനാണ് എടുത്തിരിക്കുന്നത്. അത് ചെറു ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് പിഴിഞ്ഞെടുക്കണം. പിന്നെ ഒരു 15 കാഷ്യൂ ചെറു ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമേ ഇതിനൊരു മസാല തയ്യാറാക്കണം. അതിൻ്റെ മസാല പൗഡറിന് ആവശ്യമായ 2 സ്പൂൺ മല്ലി, ഒരു 1/4 സ്പൂൺ ജീരകം, 2 കഷ്ണം പട്ട, 4 വറ്റൽമുളക്, 3 ഗ്രാമ്പു, 1 ഏലക്കയുടെ അരി. ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചൂടായ പാനിലോട്ട്, എണ്ണയൊന്നുമില്ല, ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മസാല ഡ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ സോയ നല്ല വീർത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണേ. സോയ എല്ലാം നമ്മൾ നല്ല പിഴിഞ്ഞ് വെള്ളമൊക്കെ വാർന്ന് നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മളൊരു അരമണിക്കൂർ ചെറു ചൂടുവെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കണേ. നമ്മുടെ മസാല ഇപ്പം നല്ല ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഫൈൻ പൗഡർ ആവണ്ട, തരിതരിപ്പായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മളിപ്പോൾ മസാല നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിന് വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലിട്ട് നമുക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എടുക്കല്ലേ, ഏത് വെജിറ്റബിൾ ഓയിലായിരുന്നെങ്കിലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പിഴിഞ്ഞെടുത്ത സോയാബീൻ ഇട്ട് കൊടുക്കാം. ഈ സോയാബീൻ നമുക്കൊന്നൊരു ഫ്രൈ പോലെ ആക്കണേ, ഒരു ബ്രൗൺ കളറിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. അതിന് വേണ്ടിയാണ്. സോയാബീൻ റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുവാണ്. നമുക്കൊരു ഇച്ചിരിയും കൂടെ റോസ്റ്റ് ആവണം. കാരണം അതിൻ്റെ ഈ കളർ ഒന്നൊരു ഗോൾഡൻ കളറിലോട്ടാവണം. അതുവരെ നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കണം. സോയാബീൻ ഇപ്പോൾ ഈ കളറിലൊന്ന് ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട്. നല്ല അതിൻ്റെ ആ പച്ചമണം മാറിയിട്ടുണ്ട് സോയാബീൻ്റെ. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയാണ്, അതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തത് ഇഞ്ചി ഇട്ട് കൊടുക്കാം. 3 പച്ചമുളകാണ്, അത് നടുവേ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, അതിട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇവിടെ 3 കളറുള്ള ക്യാപ്സിക്കം ഉണ്ട്. അതുകൊണ്ട് ഞാൻ 3 കളറും എടുത്തു. ഏതെങ്കിലും ഒരു കളറാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ക്യാപ്സിക്കം ക്യൂബ് സൈസായിട്ട് കട്ട് ചെയ്തത്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗം. പിന്നെ ഒരു മീഡിയം സൈസ് സവോളയും ക്യൂബ് സൈസായിട്ട് കട്ട് ചെയ്തത്. നമുക്കതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കം ഒന്നും ഒരുപാട് വേകണ്ട, ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ പൊടിച്ച മസാലയിൽ നിന്ന് 2 സ്പൂൺ മസാല നമുക്കിപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 2 സ്പൂൺ ഇതിൽ ആഡ് ചെയ്യാം. ബാക്കി നമുക്കിനി ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ഗ്രേവിയിലോട്ട് എടുക്കാവേ. ഇപ്പോൾ സോയാബീനും ക്യാപ്സിക്കവും സവോളയെല്ലാം നല്ലതായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഒരുപാട് റോസ്റ്റായി പോകണ്ട, വെന്ത് പോകണ്ട. ഈ ഒരു പരുവത്തിന് എല്ലാം കിട്ടണേ. ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതൊരു 3 അല്ലി വെളുത്തുള്ളിയും 1 പച്ചമുളകും ചെറിയൊരു 1/4 കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ്. പേസ്റ്റ് ആക്കണ്ട, ചതച്ചതാണ്. അത് നമുക്കിട്ട് കൊടുക്കാം.
വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച കാഷ്യൂ, ഇതിലോട്ട് നല്ല കട്ട തൈരാണ്, ഒരു 4 സ്പൂൺ തൈര്, കുറച്ച് ഉപ്പ്, ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ബട്ടറിൽ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പൊടിച്ചു വെച്ചതിലെ ബാക്കി മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ അടിച്ചു വെച്ച കാഷ്യൂം തൈരും കൂടെയുള്ള മിക്സ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ആ കാഷ്യൂവിൻ്റെ ആ പച്ചച്ചവയുണ്ടല്ലോ അതൊക്കെ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം വളരെ കുറച്ച് ഇനി ഒരു ചെറിയ തീയിലിരുന്ന് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. ഇപ്പം ഞാൻ ഒരടപ്പ് വെച്ച് മൂടിയിട്ടുണ്ട്. ഇനി ചെറിയ തീയിലൊന്നത് തിളക്കട്ടെ. അപ്പോൾ നല്ല എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് മേളി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഉണ്ട്. നമ്മളെ തൈരിൻ്റെയാണേ, നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് ഈ സോയായും ക്യാപ്സിക്കും ഇട്ട് കൊടുക്കാം. ഗ്രേവി ഈ സോയായിലൊക്കെ ഒന്ന് പൊതിയുന്ന പോലെ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. മസാലയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്കൊരു 1/2 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഈ സമയം ഇതിലോട്ട് ഒരു 1/2 സ്പൂൺ പഞ്ചസാര, ഉപ്പ് എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് 1/2 സ്പൂൺ പഞ്ചസാര ചേർത്ത്. ഒരു പിടി മല്ലിയില പൊടിയായിട്ട് കട്ട് ചെയ്ത്. ഈ സമയം നമുക്ക് ഇതിലോട്ട് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ സമയം നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. നമ്മുടെ ഗ്രേവി ആയിട്ട് നല്ല പൊതിഞ്ഞ് നല്ല മസാലയായിട്ട് വന്നിട്ടുണ്ട്. മസാല നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 2 സ്പൂൺ ഫ്രഷ് ക്രീമാണ്, ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഫ്രഷ് ക്രീമും കൂടെ ഒക്കെ ചേർക്കുമ്പോഴാണ് ആ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കുന്നത്. നമ്മുടെ അഫ്ഗാൻ സോയ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തി, പൂരി, പൊറോട്ട, അപ്പം എല്ലാത്തിൻ്റെയും കൂടെ സെർവ് ചെയ്യാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്തു.